ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചു. പത്രിക പിൻവലിക്കാൻ സമയപരിധി മറ്റന്നാൾ വരെ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ ദേശീയ നേതാക്കൾ രംഗത്ത്. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം സജീവം. EPFOയിൽ ഈ വർഷം പുതുതായി ചേർന്നത് 7.5 ലക്ഷത്തിലേറെ പേർ. പുതിയ അംഗങ്ങളിൽ പകുതിയിലധികം പേരും 25 വയസ്സിന് താഴെ പ്രായമുള്ളവർ. ഏഷ്യൻ ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങൾ സെമിയിൽ. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുന്നു. ISL ഫുട്ബോളിൽ FC ഗോവ ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചു. തിങ്കളാഴ്ചയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു. മൂന്നാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 7-നാണ് വോട്ടെടുപ്പ്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന് ഇനി 5 ദിവസം മാത്രം. 3 മുന്നണികളുടെയും സംസ്ഥാന ദേശീയ നേതാക്കൾ വിവിധയിടങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിനെ പിന്തുണച്ച് ഇന്ന് സംഘടിപ്പിച്ച അനന്തപുരി മഹിളാ കൂട്ടായ്മയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള BJP നേതാവ് വിജയ് ധരണി സംസാരിച്ചു. കവടിയാർ ഉദയ് പാലസിൽ സംഘടിപ്പിച്ച സ്റ്റുഡൻസ് കോൺക്ലേവിനെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അഭിസംബോധന ചെയ്തു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലും പത്തനംതിട്ടയിലും നടന്ന പൊതുസമ്മേളനത്തെ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി അഭിസംബോധന ചെയ്തു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന റോഡ് ഷോയിലും ശ്രീമതി പ്രിയങ്ക പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഇന്ന് തൃശൂരിൽ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ മാനന്തവാടിയിൽ LDFനായി പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആലപ്പുഴയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ സംസാരിച്ചു. ഈ മാസം 26-ന് നടക്കുന്ന 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 88 പാർലമെന്ററി സീറ്റുകളിലേക്കാണ് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. ഒരു റിപ്പോർട്ട്. കേരളത്തിൽ നിന്ന് 20, കർണാടകയിൽ നിന്ന് 14, രാജസ്ഥാനിൽ നിന്ന് 13, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് 8 വീതം ലോക്സഭാ മണ്ഡലങ്ങളാണ് 2ാം ഘട്ടത്തിൽ വിധിയെഴുതുക. ഇതിനു പുറമെ അസം, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് 5 വീതം മണ്ഡലങ്ങളിലും പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്ന് 3 വീതം സീറ്റുകളിലേക്കും ത്രിപുര, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ഒരു സീറ്റിലും 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. എല്ലാ മണ്ഡലങ്ങളിലും മുന്നണികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ ചിക്കബെല്ലാപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. JDS നേതാവ് ദേവ്ഗൌഡയും പരിപാടിയിൽ പങ്കെടുത്തു. ഏപ്രിൽ 26-ന് നടക്കുന്ന 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് ചിക്കബെല്ലാപൂർ വിധിയെഴുതുക. മഹാരാഷ്ട്രയിലെ പർഭണി, നന്ദേദ് എന്നിവിടങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. പരമാവധി വോട്ടർമാർ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിൽ പങ്കെടുക്കണമെന്ന് ശ്രീ മോദി ആവശ്യപ്പെട്ടു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരും മാന്ദിയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള റാലിയെ അഭിസംബോധന ചെയ്തു. ചില വ്യവസായികൾക്കു വേണ്ടി മാത്രമാണ് NDA സർക്കാർ പ്രവർത്തിച്ചതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. INDA സഖ്യം ദരിദ്രരുടെയും നിരാലംബരുടെയും സംരക്ഷണത്തിനായി പ്രവർത്തിക്കും. തൊഴിലില്ലായ്മയ്ക്ക് ശാശ്വതമായ പരിഹാരത്തിനായി സഖ്യം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ NDAയ്ക്ക് മാത്രമേ കഴിയൂവെന്ന് മുതിർന്ന BJP നേതാവ് മംഗൾ പാണ്ഡെ പറഞ്ഞു. മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ സൌകര്യമൊരുക്കുമെന്ന പ്രക്രിയയിൽ വീഴ്ചകൾ അനുവദിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. വീട്ടിൽ വോട്ട് നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കുന്ന വിധം ജാഗ്രതയോടെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 15.48 ലക്ഷം പേർക്ക് അംഗത്വം നൽകിയതായി എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അറിയിച്ചു. ഇതിൽ 7.78 ലക്ഷത്തോളം പുതിയ അംഗങ്ങളാണ്. പുതുതായി കൂട്ടിച്ചേർത്തവരിൽ 56.36% 25 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. 11.78 ലക്ഷം പേർ EPFOയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും പിന്നീട് തിരിച്ചെത്തിയവരാണ്. പുതുതായി അംഗത്വമെടുത്ത 7.78 ലക്ഷം അംഗങ്ങളിൽ 2 ലക്ഷത്തിലധികം സ്ത്രീകളാണ്.
ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നതിനുള്ള പ്രായപരിധി ഒഴിവാക്കിയതായി റിപ്പോർട്ട്. 2024 ഏപ്രിൽ 1 മുതൽ പ്രായം പരിഗണിക്കാതെ ആർക്കും പുതിയ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ അർഹതയുണ്ടെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രസ്താവന ഇറക്കി. മുൻപ് 65 വയസ്സുവരെ പ്രായമുള്ളവർക്ക് മാത്രമേ പുതിയ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ അർഹതയുണ്ടായിരുന്നുള്ളൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഒഡീഷയിൽ ജാർസുഗുഡ ജില്ലയിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7 ബോട്ടിൽ 50-ലധികം പേര് ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ബോട്ടിലുണ്ടായിരുന്നവരെല്ലാം അയൽ സംസ്ഥാനമായ ഛത്തീസ്ഗഡിൽ നിന്നുള്ളവരാണ്. ഒഡീഷയിലെ മഹാനദി നദിയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ദുഃഖം രേഖപ്പെടുത്തി. മരണമടഞ്ഞവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച രാഷ്ട്രപതി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദാരുണമായ സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ടെന്ന് രേഖപ്പെടുത്തിയ ഉപരാഷ്ട്രപതി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും വ്യക്തമാക്കി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന ഏഷ്യൻ ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ട്, അൻഷു മല്ലിക്, റിതിക മാൻസി എന്നിവർ സെമിയിൽ കടന്നു. 2021 ലോക ചാമ്പ്യൻഷിപ്പ് വെള്ളി മെഡൽ ജേതാവായ അൻഷു മല്ലിക് കംബോഡിയയുടെ സ്മാനങ് ഡിറ്റിനെയാണ് പരാജയപ്പെടുത്തിയത്. കൊറിയൻ താരം മിറാൻ ചിയോണിനെയാണ് വിനേഷ് പരാജയപ്പെടുത്തിയത്. അണ്ടർ 23 ലോക ചാമ്പ്യൻ റിതിക ചൈനീസ് താരം ജുവാങ് വാങ്ങിനെ മറികടന്നാണ് സെമിയിൽ കടന്നത്. കസാഖിസ്ഥാന്റെ ഐറിന കുസ്നെറ്റ്സോവയെ തോൽപ്പിച്ചാണ് മാൻസി അവസാന 4-ൽ ഇടം പിടിച്ചത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ഹൈദരാബാദ് 4-മതും ഡൽഹി ക്യാപിറ്റൽസ് 6-മതുമാണ്. ISL-ൽ ഇന്ന് FC ഗോവ ചെന്നൈയിൻ FCയെ നേരിടും. ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന പ്ലേ ഓഫ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയോട് പരാജയപ്പെട്ട് സെമി കാണാതെ പുറത്തായിരുന്നു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ രാജ്യം പുതിയ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോകുകയാണെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം എന്നീ 3 ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ പരിഷ്കരണത്തിനൊരുങ്ങുകയാണ്. ഈ നിയമങ്ങൾ ക്രിമിനൽ നീതി വ്യവസ്ഥയെ ഒരു പുതിയ യുഗത്തിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂഡൽഹിയിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ചീഫ് ജസ്റ്റിസ്. സംസ്ഥാനത്ത് വേനൽ ചൂട് രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട് 39 ഡിഗ്രി സെൽഷ്യസും ആലപ്പുഴ 38 ഡിഗ്രി സെൽഷ്യസും കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസും താപനിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കർണാടക, ലക്ഷദ്വീപ്, ഗോവ, കൊങ്കൺ തീരങ്ങളിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതേസമയം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മാൽദീവ്സ് പാർലമെന്ററി തെരഞ്ഞെടുപ്പ് നാളെ. 8 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 368 സ്ഥാനാർത്ഥികളാണ് പീപ്പിൾസ് മജ്ലിസിലെ 93 സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. 602 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇതിനായി മാൽദീവ്സിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ കൊളംബോ, തിരുവനന്തപുരം, ക്വാലലംപൂർ എന്നിവിടങ്ങളിലും ഓരോ പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഈ മാസം 30-ലേക്ക് മാറ്റി. റൌസ് അവന്യൂ കോടതിയിലെ പ്രത്യേക ജഡ്ജി കാവേരി ബവേജയുടേതാണ് ഉത്തരവ്. ED, CBI കേസുകളിൽ സുപ്രീം കോടതിയും ഡൽഹി ഹൈക്കോടതിയും വിചാരണ കോടതിയും അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് അദ്ദേഹം ഇടക്കാല ജാമ്യം തേടിയത്. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചു. പത്രിക പിൻവലിക്കാൻ സമയപരിധി മറ്റന്നാൾ വരെ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകരാൻ ദേശീയ നേതാക്കൾ രംഗത്ത്. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം സജീവം. EPFOയിൽ ഈ വർഷം പുതുതായി ചേർന്നത് 7.5 ലക്ഷത്തിലേറെ പേർ. പുതിയ അംഗങ്ങളിൽ പകുതിയിലധികം പേരും 25 വയസ്സിന് താഴെ പ്രായമുള്ളവർ. ഏഷ്യൻ ഒളിമ്പിക്സ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങൾ സെമിയിൽ. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുന്നു. ISL ഫുട്ബോളിൽ FC ഗോവ ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.